ഹലോ ഹായ് നമുക്ക് ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് വീട്ടിൽ വയ്ക്കുന്നതെന്ന് നോക്കാം. കടയിലുണ്ടാക്കുന്നത് പോലെ ആദ്യം തലേദിവസമേ കുതിർത്ത് വെച്ച് കഴിഞ്ഞ ഗ്രീൻ പീസ് അതിനെ രണ്ട് മൂന്ന് വെള്ളം കഴുകിയതിന് ശേഷം അതിനെ നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഒരു വലിയ സവാള, ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടെ കട്ട് ചെയ്തെടുക്കുക. ഒരു പച്ചമുളക് അതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു പാത്രം വെച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നമുക്കിതിനൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇടാം. അതിലേക്ക് ലൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ മുഴുവനായിട്ട് കിടക്കുന്ന ഉരുളക്കിഴങ്ങുകളെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കറിക്ക് കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൂർണ്ണമായിട്ട് വേണമെങ്കിൽ എല്ലാം ഉടച്ച് ചേർക്കാം. എനിക്കിതെല്ലാം ചേർക്കണമെന്നില്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്കിതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ശകലം മീറ്റ് മസാല, 1/4 സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പൊടികൾ വളരെ കുറച്ച് മതി. ഗ്രീൻ പീസിന് കൂടുതലായി പോയി കഴിഞ്ഞാൽ അതൊരു പൊടികളുടെ ചെവ കുറച്ച് കൂടുതലായിട്ട് എടുത്തതിലേക്കും ആവശ്യത്തിന് കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി കഴിയും. ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പിലയൊക്കെ കൂടി ഇട്ട് കൊടുത്ത് ഉപ്പ് നോക്കി പാകത്തിന് ഉപ്പൊക്കെ ചേർത്തെടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി. താങ്ക് യു. ബൈ ബൈ.